നീതു മാമിന്റെ ക്ലാസ്സിൽ കയറുമ്പോഴും ഭയങ്കര ആ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞുള്ള വീഡിയോ കേൾക്കുമ്പോ തന്നെ ഒരു സമാധാനമായിരുന്നു മാം. ഇതെന്റെ ഫിഫ്ത്ത് അറ്റംപ്റ്റ് ആയിരുന്നു. ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് നീതൂസ് അക്കാഡമി ചൂസ് ചെയ്യണമെന്ന്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. എന്റെ ലൈഫിൽ എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ ആണ് ഞാൻ ന്യൂസിൽ വന്നത്. സണ്ണി സാറൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. സാറൊക്കെ പറയായിരുന്നു ഒരു 2-3 months നിങ്ങൾക്ക് ഇപ്പൊ കഷ്ടപ്പെടാൻ പറ്റുമെങ്കിൽ പിന്നെ അങ്ങോട്ട് കഷ്ടപ്പെടേണ്ടി വരില്ല. എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ക്ലാസ് എനിക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നീതുമാവിന്റെ ക്ലാസ് അയ്യോ നമുക്ക് ഇരുന്ന് തോന്നും നമുക്ക് പഠിക്കണം. ഓരോ വേഴ്സും നമ്മളെങ്ങനെ ഇൻസ്പയർ ആക്കും. എന്റെ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത് നീതൂസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്താൽ മതി, വേറെ എങ്ങും നോക്കുകയേ വേണ്ട. നീതുമാമിന്റെ ഒക്കെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. നമ്മള് ചില നോക്കിയോ ആളെ നോക്കിയോ ആളുടെ കപ്പാസിറ്റി നോക്കിയിട്ടോ അല്ല പഠിപ്പിക്കുന്നത്. എല്ലാവരും ഒരേപോലെ പഠിച്ചുകൊണ്ട് സെലക്റ്റീവായ അത്രയും ടാലന്റഡ് ആയ ടീച്ചേഴ്സ് ആകുന്നു. ദൈവത്തിന്റെ കൃപയാല ബ്ലെസ്സഡ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് പാസ്സാവാൻ പറ്റി. എന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഫുൾ നെഗറ്റീവ്സ് ആയിരുന്നു. ക്ലാസ്സിൽ വരുമ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി കിട്ടിക്കൊണ്ടിരുന്നത്. എനിക്കറിയില്ല എക്സാം ഹോളിൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. എനിക്ക് റീഡിങ് വായിച്ചിട്ട് മനസ്സിലാകാനുള്ള ഫീല് തോന്നി. പക്ഷെ ദൈവം സഹായിച്ചു, എല്ലാരും സഹായിച്ചു. എന്റെ എല്ലാരും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സോ വീണ്ടും നമ്മള് ഒരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റില് ഒരുമിച്ച് എത്തിയേക്കുവാണ്. ഒരുപാട് സന്തോഷം. വി വിൽ സ്റ്റാർട്ട് വിത്ത് മഞ്ജു അന്ന വർഗീസ്. മഞ്ജു പറഞ്ഞേ, എങ്ങനെയുണ്ടായിരുന്നു? എക്സൈറ്റഡ് ആണോ? അതെ, തീർച്ചയായിട്ടും മാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അതെ, ഡിസംബർ ബാച്ചിലായിരുന്നു ജോയിൻ ചെയ്തത്. പെട്ടെന്ന് തന്നെ ഡേറ്റ് എടുത്ത് എക്സാം എഴുതുമായിരുന്നു. ഫിസിക്കലി, മെന്റലി, ഫിനാൻഷ്യലി ഒക്കെ പ്രശ്നം വന്നിരുന്നപ്പോ എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പൊ നമ്മള് എന്റെ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത് നീതൂസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്താൽ മതി, വേറെ എങ്ങും നോക്കുകയേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്ത. പക്ഷെ എന്തോ ദൈവം എന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ചോദിച്ചപ്പോ തന്നെ ആ 2 സീറ്റ് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. പിന്നെ എല്ലാരും പറയും പോസിറ്റീവ് മൈൻഡ് ആയിരിക്കണം പഠിക്കുമ്പോഴെന്നൊക്കെ. പക്ഷെ ആ സമയത്തൊന്നും ഒരു പോസിറ്റിവിറ്റി വെറുതെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നു. പക്ഷെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ സ്റ്റാഫ്സിന്റെ അടുത്തും മാമിന്റെ അടുത്തും ഒക്കെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. എന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഫുൾ നെഗറ്റീവ്സ് ആയിരുന്നു. ക്ലാസ്സിൽ വരുമ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി കിട്ടിക്കൊണ്ടിരുന്നത്. സണ്ണി സാറിന്റെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴും സാർ ഓരോ സ്റ്റുഡൻസിന്റെ സ്റ്റോറി പറയുമ്പോഴും എനിക്ക് ലിറ്ററലി ക്ലാസ്സിൽ ഇരുന്നിട്ട് തന്നെ കരയാൻ വരുമായിരുന്നു. ഇവർക്കൊക്കെ പറ്റിയാലും എനിക്കും പറ്റും. എത്രയോ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരെല്ലാം വരും ഇടയ്ക്ക്. പക്ഷെ പിന്നെ ഡൗൺ ആയി പോവായിരുന്നു. അന്നേരം അഡ്മിൻസ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നിതീഷ മാം, നയന മാം ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അവര് പറഞ്ഞു ഒരു കാരണം കൊണ്ട് വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും, പോസിറ്റീവ് ആയിട്ടിരിക്കണം. ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു. പിന്നെ നീതു മാമിന്റെ ക്ലാസ്സിൽ കയറുമ്പോഴും ഭയങ്കര ആ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞുള്ള വീഡിയോ കേൾക്കുമ്പോ തന്നെ ഒരു സമാധാനമായിരുന്നു മാം. പിന്നെ ടീച്ചേഴ്സും നമ്മൾ ആ ടൈമിന് അവര് നമ്മളെ വിളിച്ച് നമ്മൾ റെഡി ആയിട്ട് ഇരിക്കുക എന്നുള്ളതും ഭയങ്കര ചെയ്തേ പറ്റൂ. ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാൻ ഒക്കില്ല എന്നുള്ളതും പോസിറ്റീവ്. വേറെ എങ്ങും ഞാൻ അത് കേട്ടിട്ടില്ല. അത് ലിസണിങ് റീഡിങ് ആയാലും വൈകുന്നേരം ആകുമ്പോൾ ചോദിക്കും എവിടെ സ്കോർ. അത് ഒത്തിരി അത് ഹെൽപ്പ് ചെയ്തു മാം. ട്രെയിനേഴ്സിന്റെ സപ്പോർട്ട് ഒക്കെ ഒത്തിരി നല്ലതായിരുന്നു. ഷെറിൻ മാം, ആരെയും മറക്കാൻ ഒക്കൂല. അത്രയ്ക്ക് നല്ല സപ്പോർട്ടായിരുന്നു മാം എല്ലാവരും. പിന്നെ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേന് ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ, പെട്ടെന്ന് അങ്ങ് എംപ്റ്റി ആയി പോയി. രാവിലെ 7 മണിക്ക് എണീറ്റ് 1 മണി വരെ ക്ലാസ്, പിന്നെ ഡ്യൂട്ടി, വീണ്ടും വന്ന് ഹോംവർക്ക്. പക്ഷെ പോയിട്ട് കഴിഞ്ഞ ദിവസം ഇനി എന്തോ ചെയ്യാൻ, ഇന്ന് രാവിലെ എണീറ്റ് ഒന്നും ഇല്ല ചെയ്യാനില്ലല്ലേ? അതെ ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം മഞ്ജു. അപ്പം ഒരു 3 months ജേർണി, ഒരു 3 months ജേർണി ഓൺലൈൻ ആയിട്ട് നീതൂസ് ഫാമിലിയിൽ വന്ന കുട്ടിയാണ്. ഒത്തിരി സന്തോഷമുണ്ട് അല്ലെ? വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ ലൈഫിൽ കടന്നു പോയപ്പോ അല്ലെ, ഒരു ബ്ലെസ്സിങ്സ് എന്ന പോലെ നീതൂസ് അക്കാഡമി അല്ലെ നീട്ടി ഒരു കയ്യില് കയറി പിടിച്ചതാണ്. ഇന്നൊരു വിന്നർ ആയിട്ട് വന്നിരുന്ന് അത്ര സന്തോഷത്തോടു കൂടെ മഞ്ജു പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്.
Okay, Yes, so God ma'am. bless you abundantly. Thank you so much, Manju, ma'am. you are chosen. That is the reason you became the part of this blessed family. എനിക്ക് അതിൽ ഒരു ഡൗട്ടും ഇല്ല. അവിടെ Thank you വന്നപ്പോഴത്തേനും so നമ്മുടെ much. പ്രശ്നങ്ങളും മറന്നുപോയി മാം. വേറെ ഒന്നും ഒരുപാട് സന്തോഷം. ചിന്തിക്കാൻ സമയമില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. That is true, അല്ലേ? Okay, ഒരുപാട് സന്തോഷം മഞ്ജു. God bless you abundantly. Okay, so we will move on with Aksa. Hi Aksa. Aksa എന്റെ ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആണ്. യെസ് അക്സ പറഞ്ഞേ. അക്സ മെർലിൻ കോശി. യെസ്. ഹായ് മാം, ഗുഡ് ഈവനിങ്. ഹായ് ഗുഡ് ഈവനിങ്. ഒത്തിരി സന്തോഷമുണ്ട് മാഡം. ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് നീതൂസ് അക്കാഡമി ചൂസ് ചെയ്യണമെന്ന്. നേരത്തെ ഒക്കെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓൺലൈനിൽ ക്ലാസ് എടുക്കണമെന്ന് ഒത്തിരി വിചാരിച്ചെങ്കിലും എനിക്ക് പല കാരണങ്ങളാൽ അന്നേരം പറ്റില്ല. ഇതെന്റെ 5th അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പം ലാസ്റ്റ് 5th അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പം ഇവിടെ വന്ന് ജോയിൻ ചെയ്ത സമയം തൊട്ട് എനിക്ക് പല സ്ട്രഗിൾസ് മുന്നിൽ വന്നു. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെയും വന്നെങ്കിലും പക്ഷെ എനിക്ക് 3 month കോഴ്സ് ആയിരുന്നു ഞാൻ എടുത്തത്. അത് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ഗ്യാപ്പിൽ തന്നെ എനിക്ക് എക്സാം എഴുതാൻ പറ്റി. ദൈവത്തിന്റെ കൃപയാല ബ്ലെസ്സഡ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് പാസ്സാവാൻ പറ്റി. ഒത്തിരി സന്തോഷമുണ്ട്. ഈ സമയത്ത് മാഡംസിനൊക്കെ ഒത്തിരി ഓർക്കുന്നു, പ്രത്യേകിച്ച് വന്ദന മാം, ദിവിത മാം. ബിക്കോസ് എനിക്ക് റീഡിംഗ് ഒക്കെ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് എത്ര എഴുതിയെന്ന് പറഞ്ഞാലും എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. പക്ഷെ മാഡത്തിന്റെ വന്ദന മാമിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുപോലെ ദിവിത മാം പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും പിന്നെ സ്പീക്കിംഗ് ആണെങ്കിലും അതുപോലെ പലപ്പോഴും ഞാൻ ഒത്തിരി നെർവസ് ആയ പല സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നിമിഷം പോലും മാഡംസ് അത് ആ ഒരു ഡൗൺ ആവാൻ സമ്മതിക്കാതെ അവർ ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്തു, എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതൊക്കെ എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു മാഡം. ഒരുപാട് സന്തോഷം അക്സക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള മൊഡ്യൂൾ റീഡിംഗ് ആണെന്ന് പറഞ്ഞു അല്ലെ? എങ്ങനെയുണ്ട് അക്സയുടെ സ്കോർ ഒന്ന് പറയാമോ അക്സ? ആക്ച്വലി എന്റെ സ്കോർ ലിസ്ണിംഗ് 380, റീഡിംഗ് 300, അതുപോലെ റൈറ്റിംഗ് 380, സ്പീക്കിംഗ് 390. റീഡിംഗ് എനിക്ക് ടഫ് ആയിരുന്നെങ്കിലും കൂടുതൽ എന്റെ പ്രശ്നം സ്പീക്കിങ്ങിലായിരുന്നു. സ്പീക്കിംഗ് എനിക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഈവൻ ഇപ്പോഴാണെങ്കിലും എനിക്ക് സംസാരിക്കുമ്പോൾ ചെറിയൊരു വിറയൽ അതെപ്പോഴും ഉള്ളതാ. നേരിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ക്ലാസ് എനിക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് മോട്ടിവേഷൻ പറഞ്ഞു തരുന്ന ആ ഒരു കറക്റ്റ് ക്രൈറ്റീരിയ ഒക്കെ വെച്ച് പറഞ്ഞു തരുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റി. ഒത്തിരി സന്തോഷം അക്സ. അക്സ ആണെങ്കിലും എപ്പോ കണ്ടാലും അക്സന്റെ മുഖത്ത് ഒരു ചിരി ഉണ്ടാവും. ശരിയാ, അധികം സംസാരിക്കാറില്ല അക്സ, പക്ഷെ എപ്പോ കണ്ടാലും ചിരിച്ച് വിഷ് ചെയ്യണ ഒരാളായിരുന്നു. ഒത്തിരി സന്തോഷം അക്സ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിൽ മൂവ് ഓൺ വിത്ത് ശ്രുതി ശ്രീനു. യെസ് ശ്രുതിയും ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആണ്. യെസ് ശ്രുതി പറഞ്ഞേ. ഒരുപാട് കാലത്തെ ആഗ്രഹം വന്ന് ജോയിൻ ചെയ്യണം, അതുപോലെ ക്രാക്ക് ചെയ്യണം എന്നുള്ളത് എന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. എന്താണ് പറയേണ്ടതെന്ന് കിട്ടുന്നില്ല, എന്തൊക്കെ പറയണം. അങ്ങനെ കാണണം എന്നുള്ളത് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. ഈ മറ്റേ റീൽസ് ഒക്കെ കാണുമ്പോ എനിക്കിങ്ങനെ ഇൻസ്പിറേഷൻ തോന്നും, ഇവിടെ വന്ന് പഠിക്കണം. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എക്സാം എഴുതിയതായിട്ട് കണക്കാക്കുന്നില്ല. അതിൽ നിന്നും ഞാൻ എന്ത് പഠിച്ചെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെയും പഠിക്കാല്ലേ ഒഴിച്ച്. അയ്യോ എന്റെ പൊന്നു മാം, ക്ലാസ്സസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് വില നോക്കിയോ ആളെ നോക്കിയോ ആളുടെ കപ്പാസിറ്റി നോക്കിയിട്ടോ അല്ല പഠിക്കുന്നത്. എല്ലാവരും ഒരേപോലെ പഠിച്ചുകൊണ്ടുവന്ന സെലക്റ്റീവായ അത്രയും ടാലന്റഡ് ആയ ടീച്ചേഴ്സ് ആണ്. ഒരു നേരെ തൊട്ട് അന്യ നേരെ തൊട്ട് പറയാനുണ്ട് എനിക്ക്. സണ്ണി സാറിന്റെ ക്ലാസ്, നീതു മാമിന്റെ ക്ലാസ്, അയ്യോ നമുക്ക് ഇങ്ങനെ ഇരുന്ന് തോന്നും നമുക്ക് പഠിക്കണം. ഓരോ വേഴ്സും നമ്മളെങ്ങനെ ഇൻസ്പയർഡ് ആക്കും. നമുക്ക് കയറി പോകണം. നമ്മൾ ഈ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടവരല്ല. ഒരു നാട്ടിൽ ഒരുപാട് സമ്പാദിച്ച് നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തണം, നമ്മുടെ പാരന്റ്സിനെ നോക്കണം, ഇതെല്ലാം. പിന്നെ ഞാൻ ജോയിൻ ചെയ്തത് ഒക്ടോബർ ബാച്ചിലായിരുന്നു. 3 month ഓഫ്. ഞാൻ എന്റെ ഡിസിഷൻ എന്റെ ലൈഫിൽ എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ ആണ് ഞാൻ ന്യൂസിൽ വന്നത്. മാം എപ്പോഴും പറയാറുണ്ടല്ലോ ഇതൊരു ബ്ലസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് ഞാൻ ഫീൽ ചെയ്ത് അറിഞ്ഞു മാം. ഇന്നേ വരെ എനിക്ക് അവിടെ വന്നിട്ട് ഒരു നെഗറ്റീവ് ഒന്നും എനിക്ക് നെഗറ്റീവായിട്ട് അതുവരെ ഒന്നും തോന്നിയിട്ടില്ല. ടീച്ചേഴ്സ്, അയ്യോ നല്ല ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സണ്ണി സാറ്, വിനി മാം, എബി മാം, എന്നോട് പേര് എഴുതി വെച്ചിരിക്കും ആരെങ്കിലും മിസ് ആവുമോ. വന്ദന മാമിന്റെ ക്ലാസ് ഒക്കെ എന്റെ പണി ഇപ്പോഴും ഓരോ ക്ലാസ് ഓർക്കുന്നുണ്ട് മാം. കാരണം അവര് പറഞ്ഞു തന്ന ഓരോ ടിപ്സുമാണ് ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് പരമാവധി. ദിവ്യ മാം ഒന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും എന്റെ ഡൗട്ട് ഇപ്പൊ ഓൺലൈൻ ക്ലാസ് നമ്മുടെ ഈവനിങ് FB ലൈവ് ഒക്കെ വരുമ്പോ മാം എന്തെങ്കിലും ടെക്നിക്കൽ അറിഞ്ഞെങ്കിൽ ഞാൻ വിളിക്കും. മാം എനിക്ക് കാണുന്നില്ല, എനിക്ക് ഇന്നേ വരെ ഞാൻ ഒരു ക്ലാസ് മിസ് ചെയ്തിട്ടില്ല മാം.
അനില വെരി ഗുഡ്. മാം, ജോസ്ലി, ഓക്കെ. അതുപോലെ അനുഗ്രഹ മാം, മനു മാം, അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരിയാ മാം ആണെങ്കിലും ജെന്നിമായ മാം ആണെങ്കിലും ദിന മാം തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അരുന്ധതി മാം, കാർത്തിക മാം, കവിത മാം, അനില മാം ഞങ്ങൾ ലാസ്റ്റ് ലിസണിങ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നന്നായി ഓക്കെ. സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും മാം. അങ്ങനെ പിന്നെ എല്ലാ നോൺ ടീച്ചിങ് സ്റ്റാഫ്സും എല്ലാവരോടും ഞാൻ എന്റെ ഫാമിലിയുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തും. എനിക്കൊന്ന് അടിപൊളി. പറയണമെന്ന് കിട്ടുന്നില്ല മാം. കുഴപ്പമില്ല. ഓക്കെ, ഇത്രയും പറഞ്ഞില്ലേ, ഒരാളും പോലും വിടാതെ എടുത്തെടുത്ത് പേരടക്കം പറഞ്ഞു അല്ലെ. ഒത്തിരി സന്തോഷം ശ്രുതി. ശ്രുതി വന്നതും ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പേര് ചോദിച്ച് പരിചയപ്പെട്ടപ്പോ തൊട്ട് ഒറ്റ അടിക്ക് അല്ലെ, നമുക്ക് എപ്പോഴും എല്ലാ ആളുടെയും മൈൻഡിൽ പേര് വരും എന്നുള്ള ശ്രുതിയുടെ പേര് ഞാൻ പിന്നെ മറന്നിട്ടില്ല. അതിന് വേറൊരു കാരണമുണ്ട്. ഞാൻ അന്ന് തന്നെ ശ്രുതിയോട് പറയുകയും ചെയ്യുന്നു അത്. ഓക്കെ, അപ്പൊ അത്രയും വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു അല്ലെ നീതൂസിന്റെ. ഓഫ്ലൈനിൽ വന്ന് പഠിച്ചത് കൊണ്ട് നമ്മൾ എന്നും കാണുന്ന ഒരു കുട്ടി, ആ ഒരു ഫീലും കൂടെ ഉണ്ട്. അതെ, ഒത്തിരി സന്തോഷം ശ്രുതി. ഗോഡ് ബ്ലെസ് യു അബണ്ടന്റ്ലി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ശ്രുതിയുടെ സ്പീക്കിങ്ങിന്റെ സ്കോർ എത്രയാണ് ശ്രുതി? 420 ആണ് സ്പീക്കിങ്ങിന്. 420 ആണ്. 420 ആണ് സ്പീക്കിങ്ങിന്. റീഡിംഗ് 350 ആൻഡ് ലിസണിംഗ് 360. ഓക്കെ, അപ്പോ അടിപൊളി സ്കോറോട് കൂടി, അതും ഫസ്റ്റ് ഡേയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു മൊഡ്യൂളിനെങ്കിലും 400 മേടിക്കണം എന്ന്, അത് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. അതെ, അപ്പൊ ഒരുപാട് സന്തോഷം ശ്രുതി. താങ്ക് യു സോ മച്ച്. ഓക്കെ, we will move on with Krishnaja. Yes കൃഷ്ണ പറഞ്ഞേ. ഹായ് ഡിയർ. യെസ്, എക്സൈറ്റഡ് ആണോ? തീർച്ചയായിട്ടും ഓക്കെ, അടിപൊളി. എന്താ പറയാനുള്ളത് നീതൂസിനെ പറ്റി? നല്ല അടിപൊളിയായിരുന്നു മാം. സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. നമുക്ക് ഡ്യൂട്ടിയുടെ ഒപ്പം പഠിക്കണം, എല്ലാം കംപ്ലീറ്റ് ചെയ്യണം, സ്കോർ ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. സ്ട്രഗിൾസ് ആയിരുന്നു. ലിസണിങ് ഞാൻ ഏറ്റവും വിചാരിച്ച ആദ്യം സ്റ്റാർട്ട് ചെയ്തത് 4 മോഡ്യൂൾ ഉണ്ടെന്ന്. ലിസണിങ് എനിക്ക് ഓക്കെ ആയിരിക്കും, കാരണം എനിക്കൊരു ട്രാൻസ്ക്രിപ്ഷന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ കുറെ നാൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ടച്ച് വിട്ടെങ്കിലും ഒരു 3 to 4 year ആയിട്ട് വിട്ടെങ്കിലും എനിക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ടഫായിരുന്നു, പല വന്നപ്പോ ടഫായിരുന്നു. അപ്പൊ ഞാൻ റീഡിംഗിലോട്ട് വന്ദനമാമിന്റെ ക്ലാസ് കിട്ടിയപ്പോ എനിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് വന്നു. റൈറ്റിംഗും നമ്മള് മാമിന്റെ ക്ലാസ്, മായ മാമിന്റെ ആദ്യത്തെ ഇതൊക്കെ പറഞ്ഞു തരുമ്പോ നമുക്ക് ഈ മോഡ്യൂൾ ഇത് വെച്ചിട്ട് ക്രൈറ്റീരിയ വെച്ചിട്ട് പോയാൽ നമുക്ക് എനിക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നും അറിയത്തില്ല, പക്ഷെ ചെയ്യാൻ പറ്റും എന്നൊരിത് വന്നു. അപ്പൊ ഈ 2 മോഡ്യൂൾ വെച്ച് ബാക്കി സ്പീക്കിംഗും ലിസണിങ്ങും ഞാൻ എന്ത് ചെയ്യും? ലിസണിങ് ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷെ സ്പീക്കിങ്ങിൽ നമുക്ക് ഒട്ടും പറ്റത്തില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും സംസാരിക്കുന്നില്ലല്ലോ ഒട്ടും. എന്തെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ സ്കോർ വന്നപ്പോ ശരിക്കും ഞാൻ ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. നാം പറയുന്നതിൽ എനിക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു, ദൈവം സഹായിക്കുന്ന വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര പോയെ. എനിക്ക് എക്സാം ബാച്ച് പകുതി എനിക്ക് റൈറ്റിംഗിന്റെ കറക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്റെ വീട്ടിലൊരു ഡെത്ത് ഉണ്ടായിരുന്നു. എന്റെ ചേട്ടൻ മരിച്ചുപോയി, ഹസ്ബൻഡിന്റെ ചേട്ടൻ. ഹസ്ബൻഡ് സുഖമില്ലാണ്ടായി. കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ക്ലാസ്സസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പുസ്തകം തന്നെ വിളിച്ചോട്ടിരുന്നല്ല, ഓക്കെ അല്ലേ, ചെയ്യാൻ പറ്റുന്നുണ്ടോ? പക്ഷെ ഭയങ്കര സപ്പോർട്ട്, നമുക്ക് വേറെ എങ്ങൊന്നും കിട്ടാത്ത ഒരു സപ്പോർട്ട് എനിക്ക് അന്നേരം കിട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഡേറ്റ് എടുത്താൽ എന്തായാലും ക്ലാസ് ചെയ്യണം, എനിക്ക് ചെയ്യാൻ പറ്റണം. എനിക്കറിയില്ല, ഞാൻ എക്സാം ഹോളിൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. എനിക്ക് റീഡിങ് വായിച്ചിട്ട് മനസ്സിലാകാനുള്ള ഫീല് തോന്നി. പക്ഷെ ദൈവം സഹായിച്ചു, എല്ലാരും സഹായിച്ചു, എന്റെ ട്രെയിനേഴ്സിന്റെ ബ്ലെസ്സിംഗ്, എല്ലാരും. തീർച്ചയായിട്ടും. താങ്ക് യു കൃഷ്ണജ. സ്കോർ ഒന്ന് പറയാമോ കൃഷ്ണ? എനിക്ക് റൈറ്റിംഗിന് 350, ബാക്കി എല്ലാ മോഡ്യൂളും 370. ഓക്കെ, അടിപൊളി. ഫുൾ ബിയോട് കൂടെയാണ് പാസ്സായിട്ടിരിക്കണേ അല്ലെ. എന്തൊരു ദുഃഖങ്ങൾക്കും അല്ലെ, ഒരു പ്രശ്നം വരുമ്പോ അതിന്റെ അപ്പുറത്തെ ഒരു സൈഡില് ദൈവം ഒരു ഹാപ്പിനെസ് ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലെ. അതെ, ഗോഡ് ബ്ലെസ് യു. ഞാൻ എപ്പോഴും ഇങ്ങനെ നമ്മളെ അക്കാഡമിക് ലെവലിൽ നമ്മളെ നന്നായിട്ട് ചെയ്യുമായിരുന്നു, പക്ഷെ എനിക്ക് എന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ലാക്കായിരുന്നു. ഞാൻ പേജ് ആയി എന്നൊരു തോന്നൽ വന്നു. കുട്ടികളായി, അവര് ഹൈസ്കൂളിൽ പഠിക്കണം മൂത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി നേരത്തെ അക്കാഡമിക് ലെവലൊക്കെ നല്ലായിരുന്നു, ടോപ്പർ ആയിരുന്നു. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ആ ലൈഫ് ജേർണി കുറച്ച് മുന്നോട്ട് പോയപ്പോ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ലോ ആയിരുന്നു. അപ്പൊ ആ ലെവലിലേക്ക് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വന്നത് ശരിക്കും അതാണ്. എന്നെ കൊണ്ട് കഴിയും, എന്റെ ഉള്ളിൽ കഴിവ് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു വിശ്വാസം, നമുക്ക് സ്വയം ഒരു വിശ്വാസം വേണമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അതൊന്നും കൂടെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി അല്ലേ.
ഓക്കെ, ഞാൻ എപ്പോഴും ഞാൻ തന്നെയാണ് അല്ലെ. അതെ, അടിപൊളി. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള കഴിവുകൾ എങ്ങോട്ടും പോകില്ല കേട്ടോ. അത് കുറച്ചു നാളൊക്കെ അല്ലെ, പല കാര്യങ്ങളും കൊണ്ട് അതിന്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്പാർക്ക് ചിലപ്പോ ഒന്ന് കുറഞ്ഞു പോകാം, പക്ഷെ ഒരിക്കലും അത് ഇല്ലാതാവത്തില്ല അല്ലെ. ബിക്കോസ് അത് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കഴിവാണ്, അതിന്റെ ഒരു പ്രൂഫാണ്. ഒരുപാട് സന്തോഷം കൃഷ്ണൻ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വി വിൽ മൂവ് ഓൺ വിത്ത് അനീറ്റ ഡേവിസ്. എന്താ പറയണ്ടേന്ന് അറിയില്ല. എല്ലാവരും പറയുമ്പോ എനിക്ക് ഇതുപോലെ കുറെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എന്താ പറയണ്ടേന്ന് കിട്ടുന്നില്ല ഒന്നും. ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് നല്ല ടഫായിരുന്നു. ഞാൻ എക്സാം എഴുതിയ സമയത്ത് എനിക്ക് നല്ല ടഫായിരുന്നു. ഇത് എന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ജാനുവരിയിലായിരുന്നു, പക്ഷെ അതെന്തോ എനിക്ക് ആ സമയമായിട്ടുണ്ടാവില്ലായിരുന്നായിരിക്കാം, എനിക്ക് എഴുതാൻ കിട്ടിയില്ല. അപ്പം പക്ഷെ ഞാൻ വീണ്ടും അപ്പൊ തന്നെ വേഗം ഒട്ടും സമയം കളയാണ്ട് വേഗം ഞാൻ പിന്നെയും ഡേറ്റ് എടുത്തു. അപ്പൊ മാർച്ചില് എനിക്ക് അപ്പൊ അന്ന് എനിക്ക് എഴുതിയപ്പോ കുറച്ച് എളുപ്പമായിട്ട് തോന്നി. അപ്പൊ ഞാൻ കരുതി അതിന് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ഞാൻ പാസ്സായില്ല. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് നല്ല ടഫായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടി. ഭയങ്കര സന്തോഷം. പിന്നെ എല്ലാ മാഡംസും ഭയങ്കരമായിട്ട് സപ്പോർട്ട്. എനിക്ക് അന്ന് കിട്ടാണ്ട് വന്നപ്പം എല്ലാ മാഡംസും ഭയങ്കര സപ്പോർട്ടായിരുന്നു. സാരല്ലേ, ഒരു പ്രാവശ്യം കൂടി ഉറപ്പായിട്ടും കിട്ടും എന്ന് പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ എല്ലാ മാഡംസും ഭയങ്കര സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ആള് പറഞ്ഞു, അത് കുഴപ്പമില്ല, പോട്ടെ, നീ എഴുതിക്കോ, അതൊന്നും ഒരു വിഷയമല്ല, പൈസ ഒന്നും ഒരു പ്രശ്നമല്ല, നീ എഴുതിക്കോ, അത് നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ ആള് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇന്നിപ്പോ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നെങ്കിൽ അതിന്റെ മെയിൻ റീസൺ എന്റെ ഹസ്ബൻഡാണ്. അപ്പൊ അങ്ങനെ പിന്നെ എന്തൊക്കെയോ പറയണ്ടത് എനിക്കറിയില്ല, എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. അടിപൊളി. അപ്പൊ നല്ലൊരു ജേർണി ആയിരുന്നു, ഇന്ന് ഒരു വിന്നർ ആയിട്ട് വന്നിരിക്കും അല്ലെ. അതെ, എനിക്ക് പറഞ്ഞു ഒരു ഫസ്റ്റ് ടൈം എഴുതി കിട്ടിയില്ല, പക്ഷെ അന്ന് പിന്നീട് എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു വിന്നർ ആയിട്ട് വന്നിരുന്നു പറയാനായിട്ട് സാധിക്കുമായിരുന്നില്ല അല്ലെ. തീർച്ചയായിട്ടും അനീറ്റ. അപ്പൊ അവിടുത്തെ മാഡംസിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ്. അവര് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും നമ്മളെ. എന്താ പറയാ, എന്ത് സംശയം ഉണ്ടെങ്കിലും അതിപ്പോ നമ്മൾക്ക് ഇപ്പൊ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മാഡത്തിന്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ലിസണിങ്ങിന്റെ ആളുടെ അടുത്താണെങ്കിലും നമ്മൾ വേറെ സബ്ജക്റ്റിന്റെ ചോദിച്ചാൽ അവരത് നമുക്ക് പറഞ്ഞു തരും. അതിന്റെ എന്താ പറയാ, വീട്ടിൽ പോയി ചെയ്യാനുള്ള ഹോംവർക്സ് ആണെങ്കിലും അവര് നമുക്ക് എടുത്തു തരുന്നത് വേറെ വേറെ മാഡംസ് ഒക്കെയാണ്. അപ്പൊ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഒന്നും വാക്കുകളില്ല അവരെ കുറിച്ച് പറയാൻ വേണ്ടി. ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ മാമിന്റെ ക്ലാസ്സുകളിലും ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു. എന്താ പറയാ, അതുപോലെ നമ്മുടെ അവിടുത്തെ വിന്നേഴ്സ് മീറ്റിങ്ങിലൊക്കെ വന്നപ്പോ അവിടെ കുറെ വിന്നേഴ്സ് മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ വന്നിരുന്ന് ആ വൈറ്റ് ചെയറിലൊക്കെ ഇരുന്ന് എന്തെങ്കിലും പറയുന്നത്. അപ്പൊ അത് സാധിക്കാൻ പറ്റിയതിൽ ഇപ്പൊ ഒത്തിരി സന്തോഷം. അങ്ങനെ സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ. സോ ഒരുപാട് സന്തോഷം. സോ വി വിൽ മൂവ് ഓൺ വിത്ത് ജോബിൻ. ഹായ് ജോബിൻ ജോസഫ്. പറഞ്ഞേ ജോബിനെ, എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആയിരുന്നു മാം. ഓക്കെ, ജോബിനെ എവിടെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല മാം. നാട്ടിലാണോ? എക്സിറ്റ് ആണ്, സൗദി എക്സിറ്റ് വന്നതാണ്. സൗദി എക്സിറ്റ് ആണ്. അപ്പോ അപ്പൊ ഫസ്റ്റ് ടൈം എഴുതി അവിടെ വെച്ച് ഫസ്റ്റ് ടൈം എഴുതി അന്ന് വെച്ച് നിർത്തിയിരുന്നെങ്കിൽ ഇന്നൊരു വിന്നർ ആവില്ലായിരുന്നു. സോ ഒരുപാട് പ്രാവശ്യം എക്സാം എഴുതി ഇനി എഴുതണ്ട എന്ന് തീരുമാനിച്ച ഒത്തിരി ആളുകൾ ഈ വിന്നേഴ്സ് മീറ്റ് കാണുന്നുണ്ടാവും. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, സമയമായിട്ടില്ല. യു ഹാവ് ടു ട്രൈ അഗൈൻ അല്ലെ. ഉറപ്പായിട്ടും അല്ലെ, ഉറപ്പായിട്ടും അത് തന്നെ. അങ്ങനെ ഒരാൾ എക്സാക്ട്ലി ആർക്കാണോ പറയാൻ അത് പറ്റുക, ആ ആള് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പറയണ യെസ് യു ഹാവ് ടു ട്രൈ ഇറ്റ് എന്നുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. നമ്മുടെ ആ ഒരു കറക്റ്റ് ടൈമിലോട്ട് എത്തുമ്പോ യു വിൽ ഡെഫിനറ്റ്ലി പാസ്. Okay. Yeah. Thank you so much, Jobin. We will move on with Elizabeth. Hi, Elizabeth. പറഞ്ഞേ. ഹായ് പറഞ്ഞേ, എന്താ തോന്നണേ? എക്സൈറ്റഡ് ആണോ? വളരെയധികം. കാരണം ഇത് എന്റെ സെക്കൻഡ് വിന്നേഴ്സ് മീറ്റ് ആണ്. യെസ്. അടിപൊളി. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടിയതാണ്. എന്റെ കഴിഞ്ഞ വർഷമായിരുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ അയർലൻഡ് സ്കോറിൽ പാസ്സായി. അപ്പൊ എനിക്ക് ലിസണിങ്ങിനായിരുന്നു C+ വന്നിരുന്നത്. സോ ഞാൻ UK സ്കോറിന് വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ തവണ എനിക്ക് എല്ലാത്തിനും B സ്കോർ കിട്ടി. അടിപൊളി, എല്ലാത്തിനും B സ്കോർ കിട്ടി. ഓക്കെ, സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് നീതൂസിൽ ഞാൻ ഫ്രഷർ ആയിട്ട് കയറിയപ്പം അന്ന് സ്റ്റാർട്ട് ചെയ്താണ് ഞാൻ നീതൂസില് ജോയിൻ ചെയ്ത് എക്സാം കഴിഞ്ഞ് പിറ്റേന്ന്. അങ്ങനെ ആ ജേർണിയിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. മീൻസ് എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു. അന്നേ ഞാൻ വിനേഴ്സ് മീറ്റ് പറയായിരുന്നു, നീതൂസിൽ ജോയിൻ ചെയ്തപ്പോ എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു.
പക്ഷെ എനിക്ക് ആ ഒരു ടൈമിൽ ഞാൻ UK ട്രൈ ചെയ്യുമ്പോൾ പോലും എനിക്ക് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ഞാൻ ഓൺലൈൻ കോഴ്സ് ആയിരുന്നു അറ്റൻഡ് ചെയ്തിരുന്നത്. പക്ഷെ എനിക്ക് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ജോയിൻ ചെയ്ത് പഠിക്കണ്ട. പക്ഷെ ഈ ഒരു അവര് തന്നെ ആ ഫസ്റ്റിലുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ലിസണിങ്ങിന് കൂടുതൽ കോൺസെൻട്രേറ്റ്. എനിക്ക് ലിസണിങ് ആയിരുന്നു C+. അങ്ങനെ ഞാൻ ലിസണിങ്ങിന് കൂടുതൽ ആ ഒരു ആദ്യം കിട്ടിയ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഇത്തവണ B കിട്ടിയത്. എല്ലാത്തിനും B കിട്ടി. അടിപൊളി. അപ്പൊ എല്ലാത്തിനും ബിയോട് കൂടെയാണ് ഇന്നൊരു വിന്നർ ആയിട്ടിരിക്കണം. ഒരുപാട് സന്തോഷം അല്ലെ. വൺസ് നീതൂസിൽ എത്തിയ ഒരു സ്റ്റുഡന്റ് വേറെ എങ്ങോട്ടും പോകാറില്ല. അത് ഒരുപാട് പിള്ളേർ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. അതെ. അപ്പൊ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. നമ്മള് ഒരു എഫേർട്ട് ഇട്ട് അതിനുവേണ്ടി ഉറപ്പിച്ചിറങ്ങിയാൽ ഉറപ്പാണ് അല്ലെ നമ്മൾ അതിലോട്ട് എത്തുമെന്നത്. അതിന് ഒരു സംശയമില്ല. അപ്പൊ ഒരുപാട് സന്തോഷം എലിസബത്തെ. താങ്ക് യു സോ മച്ച്. സോ വി വിൽ മൂവ് ഓൺ വിത്ത് ഷില്ലി. യെസ് ഷില്ലി, പറഞ്ഞേ. ഞാൻ ഒത്തിരി പറയണമെന്ന് വിചാരിച്ച എനിക്ക് അറിയാൻ പറ്റത്തില്ല, എനിക്ക് അറിയത്തില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മൊത്തം എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്. എന്റെ 4th അറ്റംപ്റ്റ് ആണ്. എന്റെ ഒരു ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തെന്ന് പറഞ്ഞാൽ റീഡിങ് ലിസണിങ് ആണ്. അപ്പം ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് OET എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒത്തിരി നാളായിട്ട് ഞാൻ പഠിക്കാതെ തന്നെ ഇരിക്കുമായിരുന്നു. ഞാൻ റൈറ്റിംഗ് സ്പീക്കിംഗ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തൊട്ട് ഇന്ന് വരെ കുഴപ്പമില്ലാത്ത സ്കോർ എല്ലാ തവണയും കിട്ടും. പക്ഷെ റീഡിംഗ് ലിസണിംഗ് 210ഉം 220 തുടങ്ങിയതാണ്. ഇപ്പൊ ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്. ഇത് കഴിഞ്ഞ ഫെബ്രുവരി ഞാൻ നീതൂസിന്റെ ഇത് കിട്ടി. ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എനിക്ക് സെന്റർ ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് ഒമാനിൽ പോയി എഴുതാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അല്ലെങ്കിൽ വെക്കേഷൻ ഇവിടെ വരാനേ എനിക്ക് പറ്റത്തുള്ളൂ. ദിസ് ഈസ് ദ പവർ ഓഫ് പെർസീവറൻസ്. എത്രയോ നാളുകളായിട്ട് നോക്കിയിരുന്ന് നേടിയെടുത്ത ഒരു വിജയ അല്ലെ. അതെ, ഒത്തിരി സന്തോഷം. സോ ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. ഓക്കെ, അപ്പൊ നമുക്ക് ശ്രമിക്കാം, നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഡിയർ. ഓക്കെ, വി വിൽ മൂവ് ഓൺ വിത്ത് ഉണ്ണിമായ. ഹായ് ഉണ്ണിമായ, പറഞ്ഞേ. ഹായ് മാം. ഹായ്, എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ് മാം. താങ്ക് യു. എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു OET എടുക്കാന്നുള്ളത്. ഒരു 1 month കൊണ്ട് ക്രാഷ് കോഴ്സാ ജോയിൻ ചെയ്തത്. അപ്പോ ഓസ്ട്രേലിയൻ പ്രോസസിങ്, ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ നോക്കാം. അങ്ങനെ ഞാൻ ഇപ്പൊ UK വർക്ക് ചെയ്യുന്നത്. അപ്പൊ മെറ്റേണിറ്റി ലീവിന് നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞിന് ഒരു 3 months ആയതുള്ളൂ. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ 11:30 to 1:30 ആ ക്ലാസ് ഉണ്ടല്ലോ നൈറ്റിൽ വരുന്നത്. അപ്പൊ അത് ഭയങ്കര ഈസി ആയിരുന്നു. അപ്പൊ കുഞ്ഞ് അവിടെ കിടക്കും. അപ്പൊ എന്തായാലും കുഞ്ഞെണീറ്റിരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ അതിലായിരുന്നു മിക്കപ്പോഴും ജോയിൻ ചെയ്യുന്നത്. അത് ഭയങ്കര കൺവീനിയന്റ് ആയിരുന്നു എനിക്ക്. പിന്നെ എന്താ, നല്ല ക്ലാസ് ആയിരുന്നു. ഈ റീഡിങ് ലിസണിങ്ങിന്റെ ഒക്കെ സ്ട്രാറ്റജി ഒക്കെ പറഞ്ഞു തന്നത് ഒരുപാട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എനിക്ക് ഈ ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ഞാൻ എപ്പോഴും കറക്കിക്കൂത്തായിരുന്നു. മനസ്സിലായി. അപ്പൊ ഇപ്പൊ ആ സ്ട്രാറ്റജി ഒക്കെ ക്ലിയർ ആയി. നല്ലതായിരുന്നു. എനിക്ക് എപ്പോഴും A പാർട്ട് ലിസണിങ്ങിന്റെ ആണെങ്കിലും റീഡിങ്ങിന്റെ ആണെങ്കിലും A പാർട്ട് എപ്പോഴും ഈസിയാ. പക്ഷെ B പാർട്ടും C പാർട്ടും അങ്ങോട്ട് കിട്ടാറില്ല. പക്ഷെ എന്തോ ഇത് ഭയങ്കര സൂപ്പർ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു സ്ട്രാറ്റജി ഒക്കെ. താങ്ക് യു സോ മച്ച്. 1 monthലോട്ട് നീതൂസ് ഫാമിലിയിലോട്ട് വന്ന ഒരാളാണ്. ഓൾറെഡി UK-ലുള്ള ആളാണ് അല്ലെ. ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടാണ് OET എഴുതിയത് അല്ലെ. അതെ, അടിപൊളി. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. ഓക്കെ, താങ്ക് യു മാം. യെസ് അമാൽട്ട. യെസ് ഡിയർ, പറഞ്ഞേ. ഹായ് മാം. ഹായ് അമാൽട്ട, പറഞ്ഞേ. എങ്ങനെയുണ്ടായിരുന്നു നീതൂസിനോടൊപ്പം ഉള്ള ജേർണി? സൂപ്പർ ആയിരുന്നു. ഞാൻ ആക്ച്വലി ഇപ്പൊ UK-ലുള്ളത്. അപ്പൊ ഫസ്റ്റ് ഡേയ്സ് ഒക്കെ ഭയങ്കര ഹാർഡായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളിൽ 2:30 ഒക്കെ ആയിരുന്നു ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റില്ല. കാരണം 2:30 to ഒരു 5:36 ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെ 12 hour ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് പാടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പറ്റില്ല, വിടാം. അപ്പോ സണ്ണി സാറൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. സാറൊക്കെ പറയായിരുന്നു, ഒരു 2-3 months നിങ്ങൾക്ക് ഇപ്പൊ കഷ്ടപ്പെടാൻ പറ്റുമെങ്കിൽ പിന്നെ അങ്ങോട്ട് കഷ്ടപ്പെടേണ്ട വരില്ല. പിന്നെ നീതു മാമിന്റെ ഒക്കെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇച്ചിരി പാടായിരുന്നു എക്സാം. അപ്പൊ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കിട്ടുമെന്ന്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഭയങ്കര ഹാപ്പി ആയി. അടിപൊളി. സ്കോർ ഒന്ന് പറയാമോ മാൾട്ട? എനിക്ക് സ്പീക്കിംഗ് 380 ബാക്കി 3 350. അടിപൊളി. ഓക്കെ, ഫുൾ ബിയോട് കൂടാണ് പാസ് ആയിരിക്കുന്നത്. UK-ൽ അറ്റ് പ്രസന്റ് ഇപ്പൊ കെയർ വിസയിലാണോ പോയിരിക്കുന്നത്? അതെ. അപ്പൊ കെയർ വിസ എന്ന രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് കാര്യം അവർക്ക് ആ ഒരു ലൈഫിൽ ഒരു ചേഞ്ച് അല്ലെ, വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. അവിടെ ചെന്ന് ബുദ്ധിമുട്ടാണ്. നമ്മുടെ അണ്ടർ ക്വാളിഫിക്കേഷൻ ജോലി ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമല്ല. ഒട്ടും എളുപ്പമല്ല. അതെ.
നമ്മുടെ ക്വാളിഫിക്കേഷനിലോട്ട് വരാന്നുള്ളത് എപ്പോഴും ഭയങ്കര ഒരു ഡ്രീമാണ്. അപ്പൊ പലരും വെയിറ്റ് ചെയ്യുന്നവരുണ്ട് മാനേജറിന്റെ കയ്യിൽ നിന്ന് ലെറ്റർ വാങ്ങാനൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കിപ്പോ സമയമുണ്ടല്ലോ, എന്തുകൊണ്ടൊന്ന് ട്രൈ ചെയ്തൂടാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാരും അപ്പൊ തന്നെ സജസ്റ്റ് ചെയ്തു നീതൂസ് ആണ് ബെസ്റ്റ്. അപ്പൊ നീതൂസും അല്ലെ ഒരു ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹവും കറക്റ്റ് ടൈമും എല്ലാം കൂടെ കറക്റ്റ് ആയിട്ട് ചേർന്ന് വന്നപ്പം വിന്നറായി അല്ലെ. അടിപൊളി. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ UK-യിലുള്ള ഒരുപാട് ആളുകളുണ്ട്. കേരള വിസയിൽ UK-യിലും അയർലൻഡിലും ഒക്കെ കേരള വിസയിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് നീതൂസിലുണ്ട്. അവരെപ്പോഴും അവർക്ക് ശരിക്കും അവിടെ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു സ്കോർ ക്ലിയർ ചെയ്യുമ്പോൾ അവർക്കുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളൂ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാര്യം അവർ ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നവരാ അല്ലെ. ക്വാളിഫൈഡ് ആയിട്ടും ആ പോസ്റ്റിലോട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ സഫോക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങളോടാണ് പറയണത്, ഇപ്പൊ പറഞ്ഞതിൽ അമാൽറ്റ പറഞ്ഞു നിർത്തിയതുപോലെ ഒരു 3 മാസം നിങ്ങളൊന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ അങ്ങോട്ട് ലൈഫില് കുറച്ചും കൂടെ നിങ്ങൾ പ്രതീക്ഷിച്ച നിങ്ങളുടെ ഡ്രീമിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങളാണ് ഏറ്റവും ആവശ്യക്കാര് അല്ലെ. നിങ്ങൾ ഡെയിലി കണ്ടോണ്ടിരിക്കും ആ ഒരു ഡിഫറൻസ്. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റും, മാറി നിൽക്കേണ്ട ആവശ്യമില്ല. അതിന് ഒരുപാട് എക്സാമ്പിൾസ് നീതൂസിലെ വിന്നേഴ്സ് മീറ്റിൽ ഇതിനോടകം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് പോസിബിൾ കേട്ടോ. ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം അമാൽറ്റ. താങ്ക് യു സോ മച്ച്. സോ നമുക്ക് ഈ ഒരു വിന്നേഴ്സ് മീറ്റ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഒരുപാട് സന്തോഷം. ബാക്കിയുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളും എത്രയും പെട്ടെന്ന് നടക്കട്ടെ. എത്രയും പെട്ടെന്ന് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ഡ്രീം കൺട്രി അവിടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരട്ടെ. നിങ്ങൾ അവിടെ എത്തി നിങ്ങളുടെ പാർട്ട്നേഴ്സ് അവിടെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന റീൽസിന്റെ ലിങ്ക് വാട്സപ്പിൽ വരുന്നത് വരെ വി ആർ വെയിറ്റിംഗ് കേട്ടോ. നിങ്ങളെക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആണ് ഞങ്ങള്. നിങ്ങളെക്കാൾ കൂടുതൽ ഇനിയുള്ള പ്രോസസ്സിങ്ങിന്റെ ഓരോ സ്റ്റെപ്പിലും ഈഗർലി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. നമ്മുടെ പിള്ളേർ അവിടെ എത്തിയോ അല്ലെ, അവരുടെ ഫാമിലി അവിടെ എത്തിയോ, റീല് വന്നില്ലല്ലോ അല്ലെങ്കിൽ കണ്ടില്ലല്ലോ, എന്തായി അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. ഈ ഒരു ഫാമിലിയിൽ നിന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. യു ആർ ദ പാർട്ട് ഓഫ് ദിസ് ബ്ലെസ്ഡ് ഫാമിലി. അത് അങ്ങനെ തന്നെയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. ദൈവം സഹായിച്ച ഇനിയും നമ്മള് കണ്ടുമുട്ടും അല്ലെ. യെസ്, നമ്മള് ഏത് കൺട്രിയിലാണോ അവിടെ പോയിട്ട് വെക്കേഷന് വരുമ്പോഴും നീതൂസ് ഇവിടെ ഉണ്ട്, പുളിഞ്ചോട്ടില് വരിക, കാണുക. ഓക്കെ, സോ ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. താങ്ക് യു സോ മച്ച്.